ചേടാ, ബുൾബുൾ പറ പറക്കുന്നു, നാട് ചുറ്റും പൊടി പറക്കുന്നു. നിറഞ്ഞു നിൽക്കുന്ന ഗുഹയെ നിന്റെ വാതിലുകൾ തുറക്കട്ടെ. ഓ പപ്പി, എഴുന്നേൽക്കൂ സാർ. ചേടാ, എന്താ പപ്പി, എത്ര നല്ല സ്വപ്നം കണ്ടുകൊണ്ടിരുന്നതാ ഞാൻ. ഞാൻ ഏതാണ്ട് ആ നിധിയുടെ അടുത്ത് എത്തിച്ചേരുകയായിരുന്നു. ആ സമയത്താണ് നീ നിധിയോ? സാർ, സാർ അതൊക്കെ വെറും സ്വപ്നമായിരുന്നു സാർ. കൊച്ചു വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നം തീർച്ചയായിട്ടും സഫലമാകുമെന്നാ ഞാൻ കേട്ടിട്ടുള്ളത്. സഫലമാകുമോ? അതെങ്ങനെയാണ് സാറേ? ഇന്നെന്തായാലും എനിക്ക് ഭാഗ്യമുണ്ട്. ഇന്നത്തെ ദിവസം സൺഡേ അല്ലേ? ഞാൻ ഇന്ന് അഡ്വഞ്ചർ മൂഡിലാണുള്ളത്. പപ്പി, വരൂ, നമുക്ക് വേഗം ആ നിധി കണ്ടെത്താൻ പോകേണ്ടതുണ്ട്. വണ്ടിയെടുക്കാം. എടാടാ മാധവ, നീ ഇങ്ങനെ വായും തുറന്നുകൊണ്ട് ബഹളം വെക്കുന്ന കൊണ്ട് നിനക്ക് നിധിയൊന്നും കിട്ടാൻ പോകുന്നില്ല. പിന്നെ ലക്കി പറഞ്ഞ കാര്യം സത്യ. രാവിലെ കണ്ട സ്വപ്നം തീർച്ചയായും സത്യമാവും. ഞാനും ഒരു പ്രാവശ്യം സ്വപ്നം കണ്ടതാ. എനിക്ക് ഹിസ്റ്ററി സബ്ജക്റ്റിൽ 0 കിട്ടിയതാ ഞാൻ കണ്ടു. അതുപോലെ അടുത്ത ദിവസം ഹിസ്റ്ററി ടെസ്റ്റിൽ ശരിക്കും എനിക്ക് 0 കിട്ടി. അല്ലെങ്കിൽ തന്നെ നിനക്ക് എല്ലാത്തിലും 0 അല്ലേ? പക്ഷെ ലക്കി പറഞ്ഞത് കേട്ടോ, അവൻ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. പിന്നെ ഇന്ന് സൺഡേ ആണ്, വാ നമുക്ക് പോകാം. അല്ല, ഈ മാധവനും അവന്റെ ശിങ്കിടികളും അതിരാവിലെ ടെമ്പോയിൽ കയറി എങ്ങോട്ടാ പോകുന്നേ? അതും പ്രിൻസിപ്പൽ സാറിന്റെ കൂടെ. തീർച്ചയായിട്ടും ഇതിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടടാ. വാ, നമുക്ക് ചെന്നത് എന്താ കാര്യമെന്ന് മനസ്സിലാക്കാം. എടാ ഇടിയാടാ തമാശ. കോപോന് കിട്ടാൻ പോകുന്ന ഈ ബോക്സ് നമുക്ക് കിട്ടാൻ പോകുന്നത് നിധി. രക്ഷപ്പെടണോ സാർ? അങ്ങോട്ട് നോക്കിയ സാർ, നമ്മുടെ പുറകെ ഗോപാൽ ലക്ഷ്മണന്റെ വരുന്നത് സാർ. ഇപ്രാവശ്യം രക്ഷപ്പെടില്ല. ഗോപാൽ എവിടെ? ചേടാ പപ്പി, നീ എപ്പോഴും എന്റെ ബോയ്സിനെ അപമാനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് നാണമില്ലല്ലോ പപ്പി. സാർ, ഇത് നോക്കൂ സാർ, ഗോപാൽ ലക്ഷ്മണനും പപ്പി. സാർ, ഇത്രയും ഭാരം എന്തിനാണ് സാർ കൊണ്ടുവന്നത്? ഭാരം താങ്ങാൻ പറ്റുന്നില്ല സാർ. ഓ പപ്പി, ഏത് സമയത്തും നീ കംപ്ലൈന്റ് ആണല്ലോ പറയുന്നത്. ഇത്രയും വെയിറ്റ് പോലും നിന്നെ കൊണ്ട് പൊക്കാൻ പറ്റില്ലേ? ദേ അങ്ങോട്ട് നോക്ക്. സ്വപ്നത്തിൽ ഞാൻ ഈ മലശിഖരങ്ങളാണ് കണ്ടത്. വാ പപ്പി, വേഗം വാ. പപ്പി, അതേ വൃക്ഷം, അതേ സിംബൽ. സാറിന്റെ ഈ സ്വപ്നം കാരണം ഞാനാണ് പെടാപ്പാട്ട് പെടുന്നത്. ഞാനിപ്പോ എന്തെങ്കിലും ചെയ്തേ പറ്റോ പപ്പേ? എന്തെങ്കിലും ചെയ്യണ സാർ? ഇവിടെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു നിധിയും പണ്ടാരവും ഇല്ല സാർ. നമുക്ക് തിരിച്ചു പോകാം സാർ. കൊതുകോ? ചേടാ, പപ്പി, അതേ സിംബൽ. കൊള്ളാം, ഇത് തന്നെ സ്ഥലം.
ആ ഗോപു ലക്ഷ്മണനും നമുക്ക് മുമ്പ് എങ്ങനെയാണ് ഇവിടെ എത്തിയത്? ചേടാ, കൊള്ളാം. ബുൾബുൾ പറന്നു കളിക്കുമ്പോ നാല് ചുറ്റും പൊടി പറക്കും. നിധിയുള്ള ഗുഹയെ വാതില് തുറക്ക്. എന്താ ഞാൻ പറഞ്ഞത്? നീ ഇവിടുന്ന് മാറി നിൽക്ക്. അല്ലല്ല, എത്ര കഷ്ടപ്പെട്ടാണ് മലയുടെ മേലെ വന്നിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്യാനോടെ വന്ന് നിൽക്കുന്നത് സാർ. എന്താ ഇത്? എനിക്ക് ഓർമ്മ വരുന്നില്ലല്ലോ. Don't disturb. നമുക്ക് നേരെ ബോക്സ് എടുത്ത് വലിച്ചെറിയുന്നോ? ഇപ്പൊ ഞാൻ അവന്മാരെ കാണിച്ചു കൊടുക്കാം. എടാ മാധവ, തണുത്ത കാലത്ത് ആരും വെള്ളം ചോദിക്കാറില്ല. അതേപോലെ ബാറ്റ് കയ്യിലെടുത്തവനൊക്കെ സൂപ്പർ ബാറ്റ്സ്മാൻ ആവാൻ സാധ്യതയില്ല. അതേപോലെ ഈ ഗോപുവും ജയിക്കാൻ സാധ്യതയില്ല. ശ്ശെടാ, ഇതെന്താ എന്റെ ദേഹം മൊത്തം ചൊറിയുന്നുണ്ടല്ലോ. എടാ ലക്ഷ്മണ, ദേ അവനെ കണ്ടോ? നല്ലോണം ഡാൻസ് കളിക്കുന്നുണ്ടല്ലേ? ഇവനെ കൊണ്ട് ഞാനിപ്പോ ബ്രേക്ക് ഡാൻസ് കളിപ്പിച്ചേരാ. കണ്ടോടാ, അവിടെ നിൽക്കടാ, അവിടെ നിൽക്ക്. അത് നമ്മുടെ പ്രിൻസിപ്പൽ സാറിന്റെ വോയിസ് അല്ലേ? ആ, അദ്ദേഹത്തിന് എന്തോ പ്രശ്നമുണ്ടെന്നാ തോന്നുന്നേ. അത് ലക്കി പറഞ്ഞത് ശരിയാ. നമ്മളിപ്പോ അദ്ദേഹത്തെ പോയി രക്ഷപ്പെടുത്തിയേ പറ്റൂ. എടാ, അത് മൊത്തം കാട്ടുവാസികളാണ്. നമ്മൾ എങ്ങനെ സാറിനെ രക്ഷിക്കുന്നത്? ദേഹം മൊത്തം ചൊറിയുന്നു. ഭയങ്കര ചൊറിച്ചലാ. എന്ന് വെച്ചാൽ പ്രിൻസിപ്പൽ സാറിനെ രക്ഷിക്കാനായിട്ട് നമുക്ക് ആ ചൊറിയുന്ന ചെടി എടുത്ത് ഇവിടെ വെക്കാമല്ലേ? എടാ ലക്ഷ്മണ, നീ അവന്മാരുടെ ശ്രദ്ധ ഒന്ന് മാറ്റി പിടിക്കേ. അതിനു മുമ്പ് ഞാൻ ചൊറിച്ചലിനുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കാം. ഹലോ സാർ. ലക്ഷ്മൺ, സോറി സോറി, ഞങ്ങളുടെ സാറിനെ പ്ലീസ് ദയവേത് ഞങ്ങളുടെ സാറിനെയും പപ്പിനെയും വിട്ടേക്ക് പ്ലീസ്.
ഇതെന്താ ചീപ്പുകളോ? ഇത് വളരെ അതിശയമായിരിക്കുന്നു. നീ കാരണം ഞാൻ ഈ കാട്ടിലേക്ക് വന്ന് ഞാൻ നിന്നെ അനുഭവിക്കാനൊന്നുമില്ലല്ലോ. നീ